വിശദമായ വാർത്തകളിലേക്ക്. വയനാട് മാനന്തവാടിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് പടമല സ്വദേശി അജി. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിട്ട ആനയാണ് കാടിറങ്ങി ആക്രമണം നടത്തിയത്. മൃതദേഹവുമായി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഞങ്ങൾ വെറുതെ കിടക്കാം. ഒരു പട്ടിയെ ചത്തെങ്കിലും ഇവിടെ ആളുണ്ടായില്ലേ? ിലെ പൊരിവെയിലാണ് മൃതദേഹമുള്ളത്. അതുകൊണ്ട് ഈ മൃതദേഹം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച് ഒരു പൊതുദർശനത്തിന് വെക്കാൻ. ഇപ്പോൾ വിവരങ്ങളുമായി വയനാട് നിന്നും ഷിബു ചേരുന്നുണ്ട്. ഷിബു, വയനാട് മാനന്തവാടിയിൽ വൻ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. SP-ക്കു നേരെയും വൻ പ്രതിഷേധമാണ്. മൃതദേഹം ജില്ലാ കളക്ടർക്ക് നേരെയും പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അതെ, ഹരിത സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതിഷേധവും സംഘർഷവുമാണ് മാനന്തവാടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കലക്ടർ ഡോക്ടർ രേണു രാജിനെ മൃതദേഹത്തിന് അരികിൽ വെച്ച് ജനങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആരാണ് സമരം നയിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. നാട്ടുകാർ ഒന്നടങ്കം ഓരോരുത്തരും നേതാവായിക്കൊണ്ട് സമരം നയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കേരള വിഷനുമായി മാനന്തവാടി രൂപതാമെത്താൻ സംസാരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ലീഡർ ചോദിച്ചു, ഈ സമയത്ത് പ്രതിഷേധക്കാരെ ശമിപ്പിക്കാൻ വല്ല നീക്കവും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കേരള വിഷൻ റീഡർ ചോദിച്ചു. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇത് അധികാരികളാണ് ശമിപ്പിക്കാൻ നേരിടേണ്ടതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ കൂടി 4 പേർ ഓടിപ്പോകുന്നത് കാണാമായിരുന്നു. ഈ 4 പേർ അകത്ത് കടന്ന് പിന്നീട് അവർക്ക് പിന്നാലെ കുറച്ച് ആളുകളും പോയി അത്യാഹിത വിഭാഗത്തിന്റെ ടേബിളിൽ കിടത്തിയിരുന്ന മൃതദേഹമാണ് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവായി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കേരള വിഷനാണ് ആദ്യം ലഭിച്ചത് എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നു. നമ്മൾ അവിടെ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനന്തവാടി രൂപത ബിഷപ്പ് കേരള വിഷനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ കൂടി കടന്നുപോയ 5 പേർ മൃതദേഹവും അത്യാഹിത വിഭാഗത്തിൽ നിന്നെടുത്ത് സെക്യൂരിറ്റി ജീവനക്കാരെ തടഞ്ഞ് വാതിൽ തല്ലി തുറന്ന് പുറത്തേക്കെടുത്തു. അതിന് പിന്നാലെ 100 കണക്കിന് ആളുകൾ കൂടി, പിന്നെ അത് ആയിരങ്ങളായി മാറി. ഇപ്പോൾ 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി മാനന്തവാടി നഗരം മുഴുവൻ സംഘർഷ സാധ്യതയിൽ നിൽക്കുകയാണ്. ഈ സമയമാണ് ജില്ലാ പോലീസ് മേധാവി ആശുപത്രിയിലേക്ക് ചർച്ചയ്ക്കായി എത്തുന്നത്. T. നാരായണൻ ജില്ലാ പോലീസ് മേധാവിയെ ജനക്കൂട്ടം അവിടെ വെച്ച് തടഞ്ഞു. ജനക്കൂട്ടം തടഞ്ഞ് അദ്ദേഹം ജനക്കൂട്ടവുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൃതദേഹവുമായി ആളുകൾ ഒന്നിന് പിന്നെ ഒന്നാല ആളുകൾ കൂടുതലായി എത്തിയത്. ഈ സമയം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഉള്ള പ്രതിഷേധ സമരത്തിൽ, ഗാന്ധി പാർക്കിലേക്കുള്ള പ്രതിഷേധ സമരത്തിൽ മുൻനിരയിൽ ജില്ലാ പോലീസ് മേധാവി നടക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ഇവരുമായി ഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ മൃതദേഹം കൊണ്ടുവന്ന ശേഷം വലിയ പൊരിവെയിലായതിനാൽ ഇവർ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൃതദേഹം മൂടി. അതിനുശേഷം മൃതദേഹവും പിടിച്ചിപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മണിക്കൂറുകൾക്കൊടുവിൽ സർക്കാരുമായുള്ള ചർച്ചകൾക്കൊക്കെ ഒടുവിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജ് ഗാന്ധി പാർക്കിലേക്ക് എത്തിയത്. അവിടെ വെച്ച് സമരക്കാർ കലക്ടറെ തടഞ്ഞു. വലിയൊരു പോലീസ് സന്നാഹത്തോടു കൂടിയാണ്
കൂടിയാണ് കലക്ടർ വന്നിറങ്ങിയത്. വന്നിറങ്ങി അവിടെ വഴിക്ക് വെച്ച് തടഞ്ഞു. പിന്നീട് നടന്ന് സമരക്കാരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ സമരക്കാർ തടഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലായി ജില്ലാ കളക്ടറെയും ജില്ലാ പോലീസ് മേധാവിയെയും തടഞ്ഞു വെച്ചിരിക്കുന്നു. അതേസമയം തന്നെ അവരുടെ 50 മീറ്റർ അടുത്തായി മൃതദേഹവും വെച്ച് സമരക്കാർ സമരം നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും രാവിലെ 7 മണി മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ ജില്ലാ മൈക്ക് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ജില്ലാ കളക്ടർ സമരക്കാരുമായി സംസാരിക്കുന്നതാകാം എന്ന് നമ്മൾ കരുതുകയാണ്. ഇത് ഏതായാലും ഈ സമരക്കാരെ പിരിച്ചുവിട്ട് ചർച്ച നടത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മൈക്ക് സെറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും അതിൽ നിന്നൊന്നും ചെറിയ കാര്യങ്ങൾ കൊണ്ടൊന്നും ചെറിയ വാഗ്ദാനങ്ങൾ കൊണ്ടൊന്നും ജനക്കൂട്ടം പിരിച്ചു പോകുമെന്ന് നമ്മൾ കരുതുന്നില്ല. ഷിബു, ഇപ്പോൾ പ്രദേശവാസിയായ ഷോജി ചേരുന്നുണ്ട്. ഷോജി, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ആശുപത്രിയിൽ അടക്കം പ്രതിഷേധം ശക്തമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം വനം വകുപ്പിന്റെ നേരെയും വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. എന്താണ് നിലവിൽ അവിടെ നടക്കുന്നത്? ഇവിടെ ഇപ്പം മരിച്ച അജിയുടെ മൃതദേഹവുമായിട്ട് ഇവിടെ എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട്. ആയിരങ്ങളാണ് ഇപ്പം മാനന്തവാടി ഗാന്ധി പാർക്കിൽ നിൽക്കുന്നത്. എല്ലാവരും പ്രതിഷേധത്തിലാണ്. കളക്ടർ മൃതദേഹം വന്ന് കാണണം എന്ന ആവശ്യം ഉന്നയിച്ച് കളക്ടർ മൈക്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ സമ്മതിക്കുന്നില്ല. മൃതദേഹത്തിന്റെ അടുത്ത് വന്ന് മൃതദേഹം കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. എല്ലാവരും ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. മാനന്തവാടി ഗാന്ധി പാർക്കിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരാളും വന്നിട്ടില്ല. DF അടക്കം ആരും വന്നിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നവും നാട്ടുകാർക്കുണ്ട്. ഇതുവരെ വനപാലകർ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ഒരു മൃതദേഹത്തിന് കാണാനോ അല്ലെങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങളിൽ ഇടപെടാനോ വനം വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന്റെ ഒരു പ്രതിഷേധമാണ് ഇപ്പം ജനങ്ങളിൽ നിന്ന് നടക്കുന്നത്. കളക്ടറും മൈക്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൃതദേഹത്തിന്റെ അടുത്ത് വന്ന് മൃതദേഹം കണ്ടിട്ട് സംസാരിക്കണം എന്ന രീതിയിലാണ് ഇപ്പം ആൾക്കാരിവിടെ അവരുടെ ആവശ്യം അതാണ്. ആദ്യം മൃതദേഹം കാണട്ടെ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നാണ് പറയുന്നത്. തീർച്ചയായും ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. അതേസമയം സർക്കാർ ഇന്ന് രാവിലെ വനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചതും ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉന്നതതല യോഗം ചേരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതേ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് മാനന്തവാടി ഏരിയയിലല്ല. ഇപ്പൊ ആന നിൽക്കുന്ന പാൽവെളിച്ചം കുറുവാദ്വീപ് ആ ഒരു ഏരിയ, കുറുക്കുമൂല ആ ഒരു ഏരിയയിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ ആനയെ മയക്കോടി വെക്കണമെന്നല്ല, ആനയെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് നാട്ടുകാർ ആ ഒരു ഇതിലാണ് ഇപ്പം കളക്ടറെ ഉപരോധിച്ചതും കളക്ടറോട് സംസാരിക്കുന്നതും. ആനയെ ഉടൻ തന്നെ ആളെ കൊന്ന ആനയെ ഉടനെ തന്നെ വെടിവെച്ച് കൊല്ലണം എന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷെ കളക്ടർ ഇതിൽ ഏറ്റവും ഇതെന്ന് വെച്ചാൽ വനം വകുപ്പിന്റെ ആരും വന്നിട്ടില്ല. കളക്ടർ ഒന്നും മൃതദേഹം വന്ന് കാണാൻ പോലും തയ്യാറായിട്ടില്ല. ഇതിന്റെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വളരെ ഒരു എന്താ പറയുക വളരെ ഉദാസീനമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഷോജി, ഇപ്പോൾ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്താണ്? കളക്ടർ ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയതാണ്. മൈക്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ മൈക്കിൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ആൾക്കാരെല്ലാവരും മുദ്രാവാക്യം വിളിയാണ് ഇവിടെ. കളക്ടർ മൃതദേഹം വന്ന് കണ്ടു കഴിഞ്ഞിട്ട് സംസാരിക്കാം, ഞങ്ങൾ കേൾക്കാം എന്നാണ് ആൾക്കാർ പറയുന്നത്. കളക്ടർ ഇതുവരെ മൃതദേഹം ഒന്നും കാണാൻ തയ്യാറായിട്ടില്ല. ചിലപ്പോൾ സുരക്ഷാ ഭീഷണി ആയിരിക്കും, അതിന്റെ പേടിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ശരി, വളരെ നന്ദിയുണ്ട് ഷോജി ഈ നിമിഷത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഷിബുലേക്ക് വീണ്ടും പോവുകയാണ്. ഷിബു, ഇപ്പോൾ പ്രദേശവാസിയായ ഷോജി പറഞ്ഞതനുസരിച്ച് നിരവധി പേരാണ്, 1000-ലധികം പേർ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം അവർ ഇപ്പോഴും പറയുന്നത് വനപാലകരുടെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം കളക്ടർ മൃതദേഹം നേരിട്ട് കണ്ട് പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് അവരുടെ ആവശ്യം. എന്തൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത്? ഇപ്പോൾ കലക്ടർ സമരക്കാരുമായി സംസാരിക്കാൻ തയ്യാറെടുക്കുകയാണ്. 3 തവണ സമരക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറായെങ്കിലും ഈ പ്രതിഷേധത്തെ തുടർന്ന് വലിയൊരു ജനാവലി ആയതുകൊണ്ട് ചർച്ച നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഗാന്ധി പാർക്കിൽ മൃതദേഹത്തിന് അരികിൽ തന്നെയാണുള്ളത്, തൊട്ടരികിൽ തന്നെയാണ് കലക്ടർ ഉള്ളത്. ഇപ്പോൾ കലക്ടർ സമരക്കാരുമായി സംസാരിക്കുകയാണ്. അതേസമയം ഷിബു, ആശുപത്രിയിൽ പ്രതിഷേധം കനക്കുന്നുണ്ടായിരുന്നു. അതേസമയം മന്ത്രി AK ശശീന്ദ്രൻ രാവിലെ പറയുകയുണ്ടായി, ഉന്നതതല യോഗങ്ങൾ ചേരും, ഈ ഒരു വന്യജീവി ആക്രമണങ്ങളിൽ നിരന്തരമുള്ള ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്ന രീതിയിലേക്ക് നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം രാവിലെ പറയുകയുണ്ടായി. ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വയനാട്ടിൽ കാട്ടാൻ ആക്രമണത്തിൽ മരണം
മരിച്ചത്. ചാലിഗത പനച്ചിയിൽ അജി കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ചുവിട്ട ആനയാണ് ആക്രമണം നടത്തിയത്. ഇത് സംബന്ധിച്ച് വയനാട്ടിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമാണ്. ആശുപത്രിയിൽ പ്രതിഷേധമുണ്ട്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ സമ്മതിക്കാത്ത രീതിയിലായിരുന്നു നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതേസമയം വയനാട്ടിലെ പല മേഖലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനന്തവാടിയിൽ നിരോധനാജ്ഞ, കുറുക്കൻമൂല, പയ്യമ്പള്ളി, കാടൻകൊല്ലി മേഖലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാട്ടുകാർ ഉപരോധിച്ചാണ് സമരം നടത്തുന്നത്. അതേസമയം സർക്കാരിനെതിരെയും കോൺഗ്രസ് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പരാജയം എന്നുള്ള വാദങ്ങളടക്കം ഉയർത്തിയാണ് പ്രതിഷേധം ഉയരുന്നത്. വനംവകുപ്പിനെതിരെ ഗുരുതര ആരോപണമാണ് ഉയർത്തുന്നത്. അതേസമയം പ്രശ്നം ഇത്രയും ഗുരുതരമായിട്ടും വനപാലകരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇല്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി.